പെസഹാരാത്രിയിൽ എൻ പൊൻതമ്പുരാ. വിശുദ്ധവാരത്തിലെ ഏറ്റവും സുപ്രധാനമായ 3 ദിവസങ്ങളിലേക്ക് ഇന്ന് സഭ പ്രവേശിക്കുകയാണ്. പെസഹ വേഴം. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അനുസ്മരിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 ദിവ്യകാരുണ്യ സ്ഥാപനം, 2 പൗരോഹിത്യ സ്ഥാപനം. ഈ 2 കൂദാശകളെയും ക്രിസ്തു സ്ഥാപിച്ചതിനെ ഓർക്കുന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. എന്തായിരുന്നു അന്ന് ആ മാളികമുറിയിൽ സംഭവിച്ചത്? യേശുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിന് മാറ്റം സംഭവിച്ച ആ രാത്രിയുടെ പ്രത്യേകത എന്തായിരുന്നു? അതാണ് ഇന്നത്തെ വിചിന്തനം. പ്രിയമുള്ളവരെ, യേശു ദിവ്യകാരുണ്യം സ്ഥാപിച്ചു. എങ്ങനെ? പെസഹ വിരുന്ന് ആ കാലഘട്ടത്തിന് പഴയൊരു ഓർമ്മയൊന്നുമല്ല. അവർക്ക് എല്ലാ വർഷവും അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഏത് രീതിയിലാണ് പെസഹ ആചരിക്കേണ്ടതെന്ന്. അത് യേശുവിനെ മാത്രമല്ല ശിഷ്യന്മാർക്കും അറിയാം. അങ്ങനെ ഒരു ഓർമ്മയിലെ ആചരണമായിരിക്കുമെന്ന് കരുതിയാണ് 12 ശിഷ്യന്മാരും യേശുവിൻ്റെ ചുറ്റും അന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വസ്തുക്കളൊക്കെ പഴയതുപോലെ തന്നെയാണ്. ഒരു ആടിൻ്റെ ഇറച്ചിയുണ്ട്, കയ്പിൻ്റെ ഇലയുണ്ട്, പുളിപ്പില്ലാത്ത അപ്പമുണ്ട്, ഇതെല്ലാം ഉണ്ട് സാധാരണഗതിയിലാണ്. പക്ഷേ യേശു വന്ന് അവരുടെ ഇടയിൽ നിന്നപ്പോൾ ആ സാധാരണ രീതി മാറി. സാധാരണ രീതി എങ്ങനെയായിരുന്നു? അത് വീട്ടിലെ ഏറ്റവും മുതിർന്ന അപ്പനോട് വീട്ടിലെ പ്രായം ചെന്ന ഒരു കുഞ്ഞ് ചോദിക്കും, അപ്പ ഇത് എന്തിൻ്റെ ഓർമ്മയാണ്? അപ്പോൾ ആ അപ്പൻ പറയും, പണ്ട് നമ്മുടെ പൂർവികർ ഈജിപ്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മയാണിത് എന്ന് പറഞ്ഞ് ആ പഴയ ഓർമ്മകളുടെ കഥ പറയും. എന്നിട്ട് അവർ ഒരുമിച്ച് തിടുക്കത്തിൽ ആ പെസഹ ഭക്ഷിക്കും. ഇതാണ് ഓർമ്മ, വിമോചനത്തിൻ്റെ ഒരു ഓർമ്മയാണത്. പക്ഷേ ഈ ഒരു ഓർമ്മയിൽ നിൽക്കുമ്പോൾ ക്രിസ്തു ഇതിനെ അപ്പാടെ മാറ്റിമറിക്കുകയാണ്. പുതിയൊരു രീതി അതിനെ കൊണ്ടുവരികയാണ്. അതാണ് ദിവ്യകാരുണ്യ സ്ഥാപനം എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത്. യേശു പെസഹ ഭക്ഷിക്കാനായി അവരോടൊപ്പം ഇരുന്നിട്ട് അവരോട് വാക്കുകളൊക്കെ മാറ്റി പുതിയൊരു തലത്തിലേക്ക് ആ പെസഹ ആചരണത്തെ കൊണ്ടുപോയി. അന്ന് യേശു ഇത് പഴയ പെസഹ എന്നല്ല പഠിപ്പിച്ചത്, ഇത് പുതിയ പെസഹ എന്നാണ്. അത്രയും കാലം പെസഹ ആചരിക്കുന്നത് പണ്ട് പൂർവികരുടെ കാലത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മയാണെങ്കിൽ, ഇന്ന് യേശു ഇവിടെ പെസഹ ആചരിച്ചത് നടക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ഓർമ്മയാണ്. പണ്ട് നടന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വിമോചിക്കപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മയാണെങ്കിൽ, ഇന്ന് യേശു ഓർക്കുന്നത് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച കാൽവരി നെറുകയിൽ അവസാനത്തുള്ള രക്തവും ചിന്തി വിമോചനം നൽകിയതിൻ്റെ ഓർമ്മയാണ്. ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് തലേ ദിവസം ഈ പെസഹ രാത്രിയിൽ യേശു തൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നത്. അവിടെ യേശുവിൻ്റെ വാക്കുകളൊക്കെ മാറുകയാണ്. യേശു പറഞ്ഞു, ഇതാ എൻ്റെ ശരീരം. അങ്ങനെയല്ല അവർ ഇത്രയും നാളും കേട്ടത്. യേശു അവിടെ കുഞ്ഞാടിനെക്കുറിച്ച് പറയാതെ, ഓർമ്മയെക്കുറിച്ച് പറയാതെ അവൻ തന്നെക്കുറിച്ച് സംസാരിച്ചു. അതാണ് ഈ രാത്രിയുടെ പ്രത്യേകത. അത്രയും കാലം അവർ നടത്തിയിരുന്നത് പഴയ ഒരു ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ യേശു അതിനെയും കൂടി മാറ്റി മറ്റൊരു വാക്കിൽ പറഞ്ഞു, ഇതാണ് നവീനവും സനാതനവുമായ ഒരു പുതിയ ഉടമ്പടി. ഇങ്ങനെ ഒരു പുതിയ ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലായിരിക്കണം നമ്മളെല്ലാവരും നിൽക്കേണ്ടത്. ഇങ്ങനെ യേശു പുതിയൊരു ഉടമ്പടിക്ക് അന്ന് തുടക്കം കുറിച്ചു. പുതിയൊരു ഓർമ്മയ്ക്ക് അന്ന് തുടക്കം കുറിച്ചു. പുതിയൊരു ശരീരത്തിന് തുടക്കം കുറിച്ചു. അത്രയും കാലം പഴയൊരു ശരീരത്തിന് ഒരു ആട്ടിറച്ചിയുടെ മണവും സുഗന്ധവും സ്വാദുമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ മണവും സ്വാദുമാണ്. അതാണ് പ്രത്യേകത. യേശു തന്നെ ശിഷ്യന്മാർക്ക് നൽകി. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശിഷ്യന്മാർക്ക് കുറച്ചും കൂടി പിടുത്തം കിട്ടി. എന്നിട്ട് യേശു അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ആ പഴയ ഓർമ്മയിലാണ്, പക്ഷേ ഇനി മുതൽ ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ ഓർമ്മയിലാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത്രയും കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എന്നോ നടന്ന കാര്യത്തിൻ്റെ വിമോചന യാത്രയാണ്. പക്ഷേ ആ യാത്ര പൂർത്തീകരണമല്ല. ഇനി നടക്കാൻ പോകുന്ന കാൽവരിയിലെ യാത്രയാണ് പൂർത്തീകരണം. ആ പൂർത്തീകരണം നടക്കാൻ ഇനി മുതൽ നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഇതാണ് പെസഹയുടെ യഥാർത്ഥ ബലി. പെസഹ ഒരു ഭക്ഷണമല്ല, പെസഹ ഒരു ബലിയാണെന്ന് ക്രിസ്തു അന്ന് ആ രാത്രി പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപനം. ഇതെൻ്റെ ശരീരമെന്നും ഇതെൻ്റെ രക്തമെന്നും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് ക്രിസ്തു പുതിയൊരു ഉടമ്പടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നൽകി. അങ്ങനെ എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ തക്ക വിധത്തിൽ പഴയ ഓർമ്മകളൊക്കെ മാറ്റി ഇനി പുതിയ ഓർമ്മയുടെ കാലഘട്ടമെന്നും ദിവ്യകാരുണ്യ സ്ഥാപനമെന്നും ക്രിസ്തു പഠിപ്പിച്ചതാണ് ഈ രാത്രി. ഇനി ഒരു കാര്യം കൂടിയുണ്ടല്ലോ, പൗരോഹിത്യ സ്ഥാപനം. ക്രിസ്തുവിന് ഒരു കാര്യം നന്നായിട്ടറിയാം, ഇത് പരികർമ്മം ചെയ്യേണ്ടത് പൗരോഹിത്യത്തിൻ്റെ വെളിച്ചത്തിലാണ്.
അതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, താലത്തിൽ വെള്ളമെടുത്ത് അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഇങ്ങനെ കഴുകി എന്ന് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ തുടക്കമല്ല. ഇതിനു മുമ്പ് ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, മോശ അഹ്റോനെയും പുത്രന്മാരെയും വിളിച്ച് അവരുടെ പാദങ്ങൾ കഴുകിയതായി നമ്മൾ വായിക്കാറുണ്ട്. കാരണം പൗരോഹിത്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഇനി നിങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അന്ന് മോശ ചെയ്യുമ്പോൾ അവരെ പുരോഹിതരായിട്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അതേ കണക്ക് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പൗരോഹിത്യത്തിൻ്റെ ഗണത്തിലേക്ക് ഉയർത്തി. കാരണം നിങ്ങളിത് പരികർമ്മം ചെയ്യുമ്പോൾ ഒരു കുറവുമില്ലാത്തവരായിരിക്കണം. പത്രോസ് ഇടയ്ക്ക് വെച്ച് ഇത് ചെയ്യണ്ട എന്ന് തടയുമ്പോഴും യേശു പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണല്ലോ. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നിനക്കെന്നിൽ പങ്കു വേണമെങ്കിൽ, നിനക്ക് എന്നോട് ചേർന്ന് നിൽക്കണമെങ്കിൽ, നിന്റെ ഓഹരി ഞാനായി മാറണമെങ്കിൽ ഇതുകൂടി ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. പ്രിയമുള്ളവരെ, സംഖ്യാപുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. അതുകൊണ്ട് തന്നെ പുരോഹിതൻ്റെ ഓഹരിയും പാനപാത്രവും ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ഓഹരിയാക്കി എടുത്തിരിക്കുന്നവൻ അവൻ പുരോഹിത ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടാണ് ഇത് പരികർമ്മം ചെയ്യേണ്ടത്. അങ്ങനെ ക്രിസ്തു പാദങ്ങൾ കഴുകി തൻ്റെ ശിഷ്യന്മാരെ ഉയർന്ന പൗരോഹിത്യത്തിൻ്റെ ഗണത്തിലേക്ക് ഉയർത്തി. ഇതാണ് ശിഷ്യത്വം. പ്രിയമുള്ളവരെ, ക്രിസ്തു സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും കൂദാശകൾ ഈ ഭൂമിയെ പഠിപ്പിച്ചത് എല്ലാ കാലത്തും ഓർമ്മയായും ശ്രേഷ്ഠമായും നിൽക്കേണ്ട ഒന്നായിട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഈ 2 കൂദാശകളുടെയും വെളിച്ചവും പ്രകാശവും. ഈ 2 കൂദാശകൾ നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ 2 കൂദാശകളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അതിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും തിളങ്ങി വിളങ്ങി നിൽക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പെസഹാരാത്രിയിൽ എൻ പൊൻതമ്പുരാ സീഹോൻ മാളികയിൽ പൂർണ്ണമായി തന്നെ തന്നെ ഒരുക്കി, പൂർണ്ണമായി തന്നെ തന്നെ ഒരുക്കി. ആ തിരുപ്പെസഹാരാത്രിയിൽ എൻ പൊൻതമ്പുരാ സീഹോൻ മാളികയിൽ പൂർണ്ണമായി തന്നെ തന്നെ ഒരുക്കി, പൂർണ്ണമായി തന്നെ തന്നെ ഒരുക്കി. ജീവനാഥൻ സ്വയം ശൂന്യമാക്കി, താഴ്മയോടെളിമതൻ ഹൃദയം പേറി. ജീവനാഥൻ സ്വയം ശൂന്യമാക്കി, താഴ്മയോടെളിമതൻ ഹൃദയം പേറി. ദാസനായി പാദങ്ങൾ കഴുകിയ നാഥൻ തന്നെ തന്നെ ഒരുക്കി, പൂർണ്ണമായി തന്നെ തന്നെ ഒരുക്കി.
കാസയിൽ ജീവനേകി മിഴികളിൽ പ്രാണന്റെ നോവുമായി വാഴ്ത്തിയ കാസയിൽ ജീവനേകി മിഴികളിൽ പ്രാണന്റെ നോവുമായി മുറിവുകളാറ്റുവാൻ കുർബാനയായി തന്നെ ഒരുക്കി പൂർണ്ണമായി തന്നെ ഒരുക്കി പെസഹാരാത്രിയിൽ എൻ പൊൻതമ്പുരാൻ സേഹിയോൻ മാളികയിൽ പൂർണ്ണമായി തന്നെ ഒരുക്കി പൂർണ്ണമായി തന്നെ ഒരുക്കി ആ തിരുപ്പെസഹാരാത്രിയിൽ എൻ പൊൻതമ്പുരാൻ സേഹിയോൻ മാളികയിൽ പൂർണ്ണമായി തന്നെ ഒരുക്കി പൂർണ്ണമായി തന്നെ ഒരുക്കി സ്നേഹം കണ്ടു ഞാൻ അവനിൽ ഹൃദയം ചേർക്കാൻ